വചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ തിരുവചനമാക്കി തീർക്കണേ എന്നെയും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചന പഠന ശിബിരത്തിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ എപ്പിസോഡുകളൊക്കെ മുടങ്ങാതെ കാണുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ വചനവിചിന്തനത്തിന്റെ സമാപനത്തില് നമ്മൾ പറഞ്ഞു വെച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. സീറോ എഫ്രമൈറ്റ് ക്രൈസിസ്, അതിൻ്റെ കാരണം എന്താണെന്നും അതുപോലെ തന്നെ അതിനുശേഷം കടന്നു വന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്താണെന്നും, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ആഫ്റ്റർ ഇഫക്റ്റ് ഇസ്രായേലിന്റെ പതനം തന്നെ ആയിരുന്നുവെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിൻ്റെയൊക്കെ ഒരു ദൈവശാസ്ത്ര ചിന്തയിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. എന്താണ് ഇതിൻ്റെ ദൈവശാസ്ത്ര ചിന്ത? ഒന്നാമതായി 2 പേരെ ഇവിടെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇസ്രായേലിന്റെ പതനവും ജൂദായുടെ പതനത്തിന്റെ ആരംഭവുമാണ്. മനസ്സിലാക്കിക്കോണം, ഇസ്രായേലിന്റെ പതനവും ജൂദായുടെ പതനത്തിന്റെ ആരംഭവുമാണ് ഈ സീറോ എഫ്രമൈറ്റ് ക്രൈസിസിലൂടെ നടക്കുക. ആദ്യം നമുക്ക് ജൂദായുടെ പതനത്തിന്റെ ആരംഭം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കാം. എന്തായിരുന്നു ജൂദ ദേശത്തിന്റെ പതനത്തിന് കാരണമായിട്ടുള്ളത്? നമ്മൾ കഴിഞ്ഞ കുറെ എപ്പിസോഡുകൾക്ക് മുമ്പ് നാഥാൻ പ്രവാചകൻ ദാവീദ് രാജാവിനെ ശപിക്കുന്ന ഒരു രംഗം ശമൂവേലിന്റെ 2-ാം പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതിപ്രകാരമായിരുന്നു: നീയും നിന്റെ മക്കൾ തമ്മിൽ ശത്രുതയുളവാക്കും, അതുപോലെ തന്നെ നിന്റെ ഭാര്യമാരെ മറ്റുള്ളവര് നിന്റെ മുമ്പിൽ വെച്ച് വലിച്ചു കീറും. എന്തൊക്കെ നീ ഒളിഞ്ഞും പാത്തും ഒക്കെ നടത്തിയോ അതെല്ലാം പബ്ലിക്കായിട്ട് വരുന്ന രംഗം. whatever you have done in secret, it will be made in public. അതിശക്തമായിട്ടുള്ള ഒരു ശാപമായിരുന്നു. ആ ശാപത്തിന്റെ അനന്തര ഫലങ്ങളിലേക്ക് കടന്നു വരികയാണ് ജൂദായുടെ പതനത്തിന്റെ ആരംഭം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. പലപ്പോഴും നമ്മൾ ചിന്തിക്കാം, ദാവീദ് രാജാവ് പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ ജൂദാദേശം അധപ്പതിക്കുമായിരുന്നു. അറിയില്ല, ദൈവത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളല്ലേ. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ദൈവത്തിന് അത് വിട്ടുകൊടുക്കുക. എന്നാൽ ചരിത്രങ്ങളും ചരിത്ര സംഭവ വികാസങ്ങളും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇവ കൊടുക്കുന്ന ചില പ്രധാനപ്പെട്ട സത്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുന്നത് നല്ലതായിരിക്കും. ജൂദായുടെ പതനത്തിന് ആരംഭം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇസ്രായേലിന്റെ അല്ലെങ്കിൽ ജൂദാദേശത്തിന്റെ സ്വന്തമായിരിക്കുന്ന സോളമൻ രാജാവ് പണികഴിപ്പിച്ച അതിശ്രേഷ്ഠമായ ദേവാലയത്തിനുള്ളിൽ യഹോവയ്ക്കല്ലാതെ മറ്റാർക്കും ബലി കഴിക്കരുതെന്ന് പറയുന്ന ഏകദൈവത്തിന് മുമ്പിൽ ബഹുദൈവ വിശ്വാസം കടന്നു വരുന്ന രംഗമാണ്. അതിന്റെ പച്ചയായ യാഥാർത്ഥ്യമാണ് ഈ സീറോ എഫ്രമൈറ്റ് ക്രൈസിസിലൂടെ കടന്നു വന്നിരിക്കുന്നത്. ആഹാസ് രാജാവ് അസീറിയയുടെ ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ ആവശ്യപ്രകാരം അസീറിയൻ വിഗ്രഹങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയാണ്.
അതാണ് ഏറ്റവും വലിയൊരു ക്രൈസിസ് എന്ന് പറയാം. ഇതോടുകൂടി ആഹാസ് രാജാവ് അസീറിയയ്ക്ക് മുമ്പിൽ താണു വീണു നിൽക്കുക. ഇതേ പാരമ്പര്യം തന്നെ കടന്നു വരുന്ന പിൻതലമുറക്കാരും അനുവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും സത്യമാണ്. അതുകൊണ്ടാണ് മനാസെ എന്ന് പറയുന്ന ഹെസക്കിയായുടെ പുത്രൻ അല്ലെങ്കിൽ ആഹാസിന്റെ പൗത്രൻ അസീറിയ രാജാക്കന്മാരോട് ചേരുന്ന രംഗം നമ്മൾ കാണുന്നത്. അത്രമാത്രം അസീറിയക്കാരുമായിട്ടുള്ള അത്രമാത്രം സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ നിൽക്കുമ്പോഴാണ് ആ മനാസെ പൂർണ്ണതയിൽ നിന്നതുകൊണ്ടാണ് അസീറിയൻ ദേശത്തിന്റെ പേര് പോലും ഈജിപ്തിൽ ഉണ്ടായിരുന്ന അസീറിയൻ ദേശത്തിന്റെ പേരായ നോ അമോൻ എന്ന പേര് മനാസെ തന്റെ പുത്രനായ അമോന് നൽകുന്നത്. അത്രമാത്രം അസീറിയയോട് സ്നേഹമാണ്, ബന്ധമാണ്. ഈയൊരു വലിയൊരു ഡ്രോബാക്കാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ പതനത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. ജൂദാദേശത്തിന്റെ പതനത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകത്തിന്റെ 23 അധ്യായത്തിലാണെന്ന് തോന്നുന്നു. ജോസിയ രാജാവിനെ കുറിച്ചുള്ള പറയുന്ന ഭാഗത്ത് തന്നെ ഈ മനാസയെ കുറിച്ച് പറയുന്നുണ്ട്. മനാസെ 12 വാക്യം, ആഹാസിന്റെ മേടയിൽ ജൂദാ രാജാക്കന്മാർ നിർമ്മിച്ച ബലിപീഠങ്ങളും കർത്താവിന്റെ ആലയത്തിന്റെ 2 അങ്കണങ്ങളിൽ മനാസെ ഉണ്ടാക്കിയ ബലിപീഠങ്ങളും അവൻ തകർത്ത് ധൂളിയാക്കി കിദ്രോൻ അരുവിയിലൊഴുക്കി. അദ്ദേഹം ഇത് നമ്മുടെ ജോസിയയുടെ ഭരണപരിഷ്കാരത്തോട് കുറിച്ച് പറയുന്നതാണ്. അതിനുശേഷം പറയുന്ന മറ്റൊരു ഭാഗമുണ്ട്, 26 വാക്യമാണ്. എങ്കിലും 25-26 വാക്യം വായിക്കാം. മോശയുടെ നിയമങ്ങൾ അനുസരിച്ച് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും കൂടെ കർത്താവിനെ പിഞ്ചെന്ന മറ്റൊരു രാജാവും മുൻപോ പിൻപോ ഉണ്ടായിട്ടില്ല. ആരെക്കുറിച്ചാണ്? ജോസിയയെക്കുറിച്ച്. എങ്കിലും 26 വാക്യം, മനാസെ നിമിത്തം ജൂദായ്ക്കെതിരെ ജ്വലിച്ച കർത്താവിന്റെ ഉഗ്രകോപം ശമിച്ചില്ല. നോക്കിക്കേ, ജൂദാദേശത്തിന്റെ പതനത്തിന്റെ ആരംഭം എന്ന് പറയാനുള്ളതിന്റെ കാരണം ഇതാ. 26 വാക്യത്തിൽ പ്രതിപാദിക്കുന്നത്, ജോസിയ ഇത്രമാത്രം നല്ലവനായിരുന്നെങ്കിലും പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ പൂർണ്ണ ശക്തിയോടുകൂടി കർത്താവിനെ സ്നേഹിച്ച വ്യക്തിയായിരുന്നെങ്കിൽ തന്നെയും അതൊന്നും കർത്താവ് വകവച്ചില്ല. മറിച്ച് മനാസെ ചെയ്ത ക്രൂരമായിട്ടുള്ള നിന്ദനങ്ങൾക്ക് അത് ദൈവത്തിന്റെ ഉഗ്രകോപം ശമിച്ചില്ല. അതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ പതനത്തിന് കാരണം, ജൂദാദേശത്തിന്റെ പതനത്തിന് കാരണമായിട്ട് മാറിയത്. അത് എന്താണെന്ന് ഞാൻ പറഞ്ഞു, അസീറിയ രാജാക്കന്മാരോടുള്ള കൂടിച്ചേരൽ. ആഹാസിന് മുമ്പ് ഒരു രാജാവ് പോലും, ജൂദാദേശത്തെ ഒരു രാജാവ് പോലും അസീറിയയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല. ആഹാസാണ് ആദ്യം കൂടിക്കാഴ്ച നടത്തുന്നത്. അതുകൊണ്ടാണ് ജൂദാദേശത്തിന്റെ പതനത്തിന്റെ ആരംഭമെന്ന് ഈ സീറോ എഫ്രമൈറ്റ് ക്രൈസിസിനെ കുറിച്ച് പറയുന്നത്. രണ്ടാമത്, ഇസ്രായേലിന്റെ പതനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സീറോ എഫ്രമൈറ്റ് ക്രൈസിസിനാണ്. അതുകൊണ്ടാണല്ലോ അസീറിയ രാജാവ് ഇസ്രായേലിലേക്ക് കടന്നു വന്ന് ഇസ്രായേലിനെ നശിപ്പിക്കുകയും ഇസ്രായേലിനെ നാമാവശേഷമാക്കുകയും ചെയ്തത്. ഇത് കർത്താവിന്റെ ആലയത്തെ വികലമാക്കിയതിന്റെ ശിക്ഷയായിട്ടാണ് ലഭ്യമായിരിക്കുക. ഇതിന്റെ ദൈവശാസ്ത്രം വളരെ മനോഹരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏകദൈവത്തെ മറന്ന് ബഹുദൈവങ്ങളുടെ പിന്നാലെ യാത്ര ചെയ്തു പോകുന്ന ഏതൊരു വ്യക്തിക്കും ദൈവം കൊടുക്കുന്ന ശിക്ഷയാണ് എക്സൈൽ അല്ലെങ്കിൽ എക്സ്റ്റെർമിനേഷൻ. ആ എക്സൈലിന്റെ ചരിത്രമാണ് ഈ സംഭവത്തിലൂടെ അരങ്ങേറുക. എക്സൈൽ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ശിക്ഷയ്ക്ക് ദൈവം കൊടുക്കുന്ന ഒരു ശിക്ഷണമാണ്. ഞാൻ ശിക്ഷ എന്ന് ഇതിനെക്കുറിച്ച് പറയുകയില്ല, മറിച്ച് ശിക്ഷണമാണ്.
എന്തിന്റെ ശിക്ഷ? എന്തുകൊണ്ടാണ് ഇതിന് ശിക്ഷണമെന്ന് പറയുക? ഇത് ഇസ്രായേൽ മനസ്സിലാക്കിക്കൊണ്ട് തിരികെ വരാൻ വേണ്ടി, ദൈവത്തിങ്കിലേക്ക് തിരികെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ഷണം കൂടി ആയതുകൊണ്ടാണ് ഇതിനെ ശിക്ഷണം എന്ന് വിശേഷിപ്പിക്കുക. ഇംഗ്ലീഷിൽ 2 വാക്കുകളുണ്ട്. പണിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷ, ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ വധശിക്ഷ എന്നാണല്ലോ. രണ്ടാമത്തെ വാക്കാണ് ചസ്റ്റൈസ്മെന്റ്. നിങ്ങളധികം കേട്ട് കാണില്ലായിരിക്കും. അതാണ് ശിക്ഷണം. അപ്പന്മാരും മക്കളും, മാതാപിതാക്കന്മാരും മക്കളെ ശിക്ഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ശിക്ഷണം കൊടുക്കുകയാണ്. അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, അവരെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇസ്രായേലിനെ ദൈവം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഈ തൻ്റെ വാഗ്ദാന ദേശത്ത് നിന്ന് അസീറിയയിലേക്ക് പറഞ്ഞു വിടുകയാണ് ഈ ഒരു വലിയ എക്സൈലിലൂടെ ചെയ്യുന്നത്. ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ നിൽക്കുക. അതായത് ഓർത്തോണം, വലിയൊരു എക്സൈലിലേക്ക് പോവുക. ഇസ്രായേൽ വലിയൊരു എക്സൈലിലേക്ക് പോവുകയാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? സ്നേഹത്തോടുകൂടി ദൈവത്തെ സ്നേഹിച്ച് തിരികെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് ഇസ്രായേൽ നടത്താൻ പോകുന്നത്. അതിൻ്റെ മുന്നോടിയാണ് ഈ എക്സൈൽ എന്ന് പറയുക. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തില് വ്യത്യസ്തങ്ങളായിട്ടുള്ള പല രീതിയിൽ നമുക്ക് ഈ എക്സൈലിനെ കാണാൻ സാധിക്കും. പാപം ചെയ്ത് ദൈവസാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകുന്ന അനുഭവമാണ് എക്സൈലെങ്കിൽ, ഉൽപ്പത്തിയുടെ പുസ്തകം മുതൽ തന്നെ, ആരംഭം മുതൽ തന്നെ ഇതിനെ നമുക്ക് കാണാൻ സാധിക്കും. ആദം ഹൗവ, അതിനെക്കുറിച്ചൊക്കെയുള്ള വിചിന്തനങ്ങൾ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. ആദം ഹൗവ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ അവർ പാപം ചെയ്തപ്പോൾ ദൈവം അവരെ ശിക്ഷിക്കുന്നു. അവർ പാപം ചെയ്തപ്പോൾ അവർ തങ്ങൾ നഗ്നരായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ പച്ചിലകൾ കൊണ്ട് തങ്ങളുടെ ശരീരഭാഗങ്ങളെ മറച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അവർക്ക് കർത്താവ് ശിക്ഷ കൊടുത്തു. നീയാണോ എന്ത് ചെയ്തത്? അവരുടെ ശിക്ഷ, അവരുടെ തെറ്റുകൾ അവരെ കൊണ്ട് ഏറ്റുപറയിപ്പിച്ചിട്ട് അവരെ വാഗ്ദാന ദേശത്ത് നിന്ന് പുറത്താക്കുന്ന രംഗം ഏറെ വേദനയോടുകൂടി വളരെ മനോഹരമായ രീതിയിൽ വിശുദ്ധ ഗ്രന്ഥം ആവിഷ്കരിച്ചിരിക്കുന്ന ഇപ്രകാരമാണ്. 20-ാമത്തെ വാക്യം, 3-ാം അധ്യായം 20-ാമത്തെ വാക്യം. ആദം ഭാര്യയെ ഹൗവ എന്ന് വിളിച്ചു, കാരണം അവൾ ജീവനുള്ളവരുടെ എല്ലാം മാതാവാണ്. ഇനി അടുത്ത 21-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാട ഉണ്ടാക്കി ആദത്തെയും അവന്റെ ഭാര്യയെയും ധരിപ്പിച്ചു. എന്താണ് തോലുകൊണ്ടുള്ള ഉടയാട? ഇന്ന് ഞാൻ യാത്ര ചെയ്തപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കസിൻസ് ഉണ്ടായിരുന്നു. അവരല്പം ബൈബിളൊക്കെ വായിക്കുന്ന ആൾക്കാരാണ്. അവര് പ്രശസ്ത ബൈബിൾ പണ്ഡിതന്മാരുടെയൊക്കെ അടുത്ത് അല്ലെങ്കിൽ അവരുടെയൊക്കെ ക്ലാസ്സുകൾ കൂടുന്നവരാണ്. അതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഈ വാക്കിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ എന്താണ് പഠിപ്പിച്ചിരിക്കുന്നത്? അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അത് തോലുകൊണ്ടുള്ള വസ്ത്രമുണ്ടാക്കിയോ എന്ന് പറഞ്ഞാൽ മരത്തോല് കൊണ്ടുള്ള വസ്ത്രമുണ്ടാക്കി എന്നതായിരിക്കാം. മരത്തോല് കൊണ്ടുള്ള വസ്ത്രമുണ്ടാക്കി, മരത്തിന്റെ തോല് കൊണ്ടെടുത്ത് വസ്ത്രമുണ്ടാക്കാം. പക്ഷേ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഹെബ്രായ ഭാഷയിൽ കൊടുത്തിരിക്കുന്നത് കെത്തേനോത്ത് ഓർ എന്നാണ്. കെത്തനോത്ത് ഓർ, അതിന്റെ വാക്കിന്റെ അർത്ഥം ഇങ്ങനെ ട്യൂണിക് ഓഫ് സ്കിൻ, മൃഗത്തിന്റെ തോലുകൊണ്ട് ഒരു ഉടയാട ഉണ്ടാക്കി കൊടുക്കുക. എന്തിനായിരിക്കാം മൃഗത്തിന്റെ തോലുകൊണ്ട് അവൻ ഉടയാട ഉണ്ടാക്കുന്നത്? പാപം ചെയ്ത മനുഷ്യന് ദൈവം ഉടയാട ഉണ്ടാക്കി കൊടുക്കുന്നത് മൃഗത്തിന്റെ തോലുകൊണ്ടാണ്. തോലെടുക്കണമെന്നുണ്ടെങ്കിൽ മൃഗത്തെ വധിക്കണം. ആ വധിച്ച മൃഗത്തിന്റെ നിന്നും ഒരു തോലെടുത്തിട്ട്
അവനെ ധരിപ്പിക്കുന്നത് ചുട്ടു പറയുക, മനുഷ്യ, നീ പാപം ചെയ്തതുകൊണ്ട് നീ മൃതനാണ്, നിനക്കിനി ജീവിതമില്ല, മൃതനാണ്. അതിനുശേഷം അടുത്ത രംഗം നോക്കിക്കേ, 22 വാക്യം. അനന്തരം അവിടുന്ന് പറഞ്ഞു, മനുഷ്യനിതാ നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. ഇനി അവൻ കൈനീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി പറിച്ചു തിന്ന് അമർത്യനാകാൻ ഇടയാകരുത്. നോക്കിക്കേ, രണ്ടാമത്തെ പണിഷ്മെന്റ് എന്താ? നീ മർത്യനാണ്. അതുകൊണ്ട് അവൻ ഇനി ഈ വാഗ്ദാന ദേശത്ത് നിന്നാൽ അവൻ അമർത്യനാകും. അതുകൊണ്ട് ഇവനെ വാഗ്ദാന ദേശത്ത് നിന്ന് ഞാൻ പിടിച്ച് തള്ളി താഴെയിടുന്നു. അതാണ് എക്സൈൽ. എന്നിട്ട് എന്തിനാണ് ഒറിജിൻ എന്ന് പറയുന്ന സഭാപിതാവ് ഈ ഒരു ഭാഗത്തെ, പ്രത്യേകിച്ച് കെത്തനോത്ത് ഓർ അല്ലെങ്കിൽ ട്യൂണിക് ഓഫ് സ്കിൻ എന്നതിനെ കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ്. ഇതൊരു ട്യൂണിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വസ്ത്രം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ വസ്ത്രമാണ്. ട്യൂണിക് ഓഫ് ഫെയ്ത്ത്. ബാപ്റ്റിസത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്നതാണ് ട്യൂണിക് ഓഫ് ഫെയ്ത്ത്. എന്താണ് ഈ ട്യൂണിക് ഓഫ് ഫെയ്ത്ത്? ഇത് വിശ്വാസത്തിലൂടെ നേടിയെടുക്കണം. ഇത് മനുഷ്യനെ തിരികെ വന്ന് മർത്യതയിൽ നിന്ന് അമർത്യതയിലേക്ക് തിരികെ വരാൻ വേണ്ടിയിട്ട് അവനെ ഓർമ്മിപ്പിക്കുന്ന ഒരു വസ്ത്രമാണ്, ഉടയാടയാണിത്. കാരണം ഞാൻ മർത്യനാണെന്നറിഞ്ഞെങ്കിൽ മാത്രമേ തിരികെ വന്ന് ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് വന്ന് ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് പറയാനുള്ള ഒരു കെൽപ്പുണ്ടാവുകയുള്ളൂ. മർത്യനാണെന്ന് മനസ്സിലാക്കാതെ, പാപിയാണെന്ന് മനസ്സിലാക്കാതെ ഒരിക്കലും നമുക്ക് ദൈവസന്നിധിയിലേക്ക് വരാൻ പറ്റില്ല. ഈ ഒരു ചിന്തയാണ് യഥാർത്ഥത്തില് എക്സൈൽ കൊണ്ട് ഉദ്ദേശിക്കുക. ഇവിടെ നമ്മൾ ഇസ്രായേലിന്റെ എക്സൈലിനെ കുറിച്ച് പറയുമ്പോൾ ഇസ്രായേലിനെ പറഞ്ഞു വിടുന്നത് തന്നെ അവൻ പാപിയാണ് എന്നുള്ളതിന്റെ ഒരു ചിന്ത അവനിൽ ഉളവാക്കാൻ വേണ്ടിയിട്ടാണ് അത്രമാത്രം പണിഷ്മെന്റ് കൊടുക്കുന്നത്. തങ്ങൾക്കുണ്ടായിരുന്ന ദേശം വിട്ടു, സമ്പത്ത് വിട്ടു, സ്ഥാനമാനങ്ങൾ വിട്ടു, എല്ലാം വിട്ടിട്ട് അത്രമാത്രം വിട്ടതിന് ശേഷം നീ മർത്യനാണ്, പാപിയാണ്, അതിനാൽ നീ ഇവിടെ നിന്ന് വിട്ടുപോവുക, വാഗ്ദാന ദേശത്ത് നിന്ന് വിട്ടുപോവുക എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞ് വിടുന്ന രംഗമാണ് എക്സൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന, പ്രവാസ കാലഘട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഇതാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ദൈവശാസ്ത്രം. ഇനി എന്താണ് ഈ പ്രവാസകാലത്ത് ഇവൻ പോയി എങ്ങനെ പോവും? ചുമ്മാ പോകാൻ പറ്റത്തില്ല. ചുമ്മാ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കാൻ പറ്റത്തില്ല. കായൻ എന്ത് ചെയ്തു? കായനെ പറഞ്ഞു വിട്ടു. നീ ഇവിടെ നിന്ന് പൊക്കോളാൻ പറഞ്ഞ് വാഗ്ദാന ദേശത്ത് നിന്ന് കായനെ എടുത്ത് ദൂരെ കളഞ്ഞു. അവൻ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞിങ്ങനെ നടക്കുക. കാണുന്നവരവനെ കോക്കറി കാണിക്കുക, കൊഞ്ഞനം കാണിക്കുക. ഉടനെ അവൻ പറഞ്ഞു, കർത്താവേ, കാണുന്നവരല്ലേ എന്നെ കൊഞ്ഞനം കാണിക്കുക, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? അതുകൊണ്ട് നിനക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവനൊരു അടയാളം കൊടുത്തു. അവന് വേണ്ടി ഒരടയാളം കൊടുത്തു. അതാണ് യഥാർത്ഥത്തിൽ. അവനൊരു അടയാളം കൊടുത്തു അല്ല, അവന് വേണ്ടി ഒരടയാളം കൊടുത്തു. ഹെബ്രായ ഭാഷയിൽ ലെ കൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവന് വേണ്ടി ഒരടയാളം കൊടുത്തു. ആ അടയാളമാണ് യഥാർത്ഥത്തില് ദൈവസാന്നിധ്യത്തിലേക്ക് തിരികെ വരാനുള്ള ഒരു പ്രേരണ നൽകുന്നത്. ഇതാണ് എക്സൈലിൽ സംഭവിക്കുക. നോക്കിയോ, ഈ പ്രവാസകാലത്ത് സംഭവിക്കുന്ന വലിയ നന്മകളാണ് യഥാർത്ഥത്തില് ഈ ഒരു ചരിത്ര സംഭവത്തെ, പ്രത്യേകിച്ച് ഈ സീറോ എഫ്രമൈറ്റ് ക്രൈസിസിന് ശേഷം നടക്കുന്ന ഒരു ചരിത്ര സംഭവത്തെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ചിന്ത വെച്ചുകൊണ്ട് വേണം ഇനി തുടർന്ന് വരുന്ന പുസ്തകങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ. ഞാൻ ഏകദേശം ഈ ഭാഗം കൊണ്ട് ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ, പ്രത്യേകിച്ച് നമുക്ക് തന്നെ 17-ാമത്തെ അധ്യായം കൊണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ ഒരു ഭാഗത്തെ ഞാൻ ഒന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഒരു പുതിയൊരു രംഗം ആരംഭിക്കുക. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇസ്രായേലിന്റെ പതനം,
വാഗ്ദാന ദേശത്ത് നിന്ന് അവരെ നിഷ്കാസനം ചെയ്യുന്നു. അവർക്കൊരു കെത്തനോത്ത് ഓറ് ടൂണിക് ഓഫ് സ്കിൻ കൊടുക്കുന്നു. കായന് കൊടുത്തുപോയ ഓത്ത് ലെക്കൈൻ ഒരു സൈന്, കായിന് വേണ്ടി കൊടുക്കുന്ന സൈൻ പോലെ തിരികെ വരാൻ വേണ്ടിയിട്ട് അവർക്കൊരു ആഹ്വാനം കൊടുക്കുക. ഈ ആഹ്വാനം സ്വീകരിച്ച് ഇസ്രായേല് പോകുന്ന രംഗത്തെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന പുസ്തകങ്ങളാണ് പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ. ആ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുക. കാരണം ഈ ചരിത്രം നമ്മുടെ മനസ്സിൽ കിടക്കുമ്പോൾ മാത്രമേ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും നമ്മൾ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളെ വളരെ വിരളമായിട്ട് മാത്രമേ വായിക്കാറുള്ളൂ. അതുമാത്രമല്ല, അത് വളരെ ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ എന്തോ ഒക്കെ എഴുതി വച്ചിരിക്കുന്നു എന്നതിൻ്റെ രീതിയിലാണ് നാം അതിനെ കാണുക. അപ്പം അതിൽ നിന്നൊക്കെ ഒന്ന് വ്യത്യസ്തമാക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകന്മാരുടെ പുസ്തകത്തിലേക്ക് നമുക്ക് ഇന്നു മുതൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ തീമിൻ്റെ അല്ലെങ്കിൽ ഈ എപ്പിസോഡിൻ്റെ ടൈറ്റിൽ തന്നെ ഇന്നുകൊണ്ട് മാറുകയാണ് പ്രവാചകന്മാരുടെ പുസ്തകം. അപ്പോൾ പലപ്പോഴും നമ്മൾ കേട്ടിരിക്കുന്ന വാക്കാണ് പ്രവാചകൻ. പ്രവാചകൻ എന്ന വാക്കിന്റെ അർത്ഥം, വാക്കിന് ഹെബ്രായ ഭാഷയിൽ കൊടുത്തിരിക്കുന്നത് നവി എന്നാണ്. നവി. എനിക്ക് തോന്നുന്നു ഞാൻ ഇതേ കാര്യം തന്നെ വീണ്ടും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുമെങ്കിൽ അത് നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ കേൾക്കുക. പല പ്രാവശ്യം കേൾക്കുമ്പോഴാണല്ലോ പഠിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിൽ കൊടുത്തിരിക്കുന്നത് പ്രൊഫേത്തസ്. സുറിയാനി ഭാഷയിലും നബി എന്നാണ് പറയുന്നത്. ഈ നബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ പ്രവാചകൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. പ്രൊഫേത്തസ് എന്ന വാക്കിന് അതൊന്ന് വേർതിരിച്ചു കഴിഞ്ഞാൽ പ്രോ പ്ലസ് ഫെയ്മി പ്ലസ് തസ്, ഇങ്ങനെയാണ് നമ്മൾ പ്രോ പ്ലസ് ഫെയ്മി പ്ലസ് തസ്, അങ്ങനെയാണ് അതിനെ വിഭജിക്കുക. അതിനർത്ഥമുണ്ട്. ഞാൻ ഉണ്ടാക്കിയൊരർത്ഥമാണ്. പ്രോ എന്ന് പറഞ്ഞാൽ ബിഫോർ, ഫെയ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സ്പീക്ക്, തസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് നൗണിന്റെ ഭാഗമായിട്ട് മാറും. അങ്ങനെ വരുമ്പോഴത്തേക്കും ബിഫോർ, വൺ ഹൂ സ്പീക്സ് ബിഫോർ, വൺ ഹൂ സ്പീക്സ് ബിഫോർ ഹാൻഡ് എന്നുള്ള അർത്ഥത്തിലാണ് പ്രൊഫേത്തസ് എന്നുള്ള വാക്ക് ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്യപ്പെട്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ കേൾക്കുന്നത്, ഈ പ്രവാചകൻ എന്ന് കേൾക്കുമ്പോൾ നേരത്തെ മുൻകൂട്ടി പറഞ്ഞവൻ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് പ്രവാചകനെ കുറിച്ച് നമ്മൾ കേൾക്കുക. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വരം ജനങ്ങളുടെ മേലെത്തിക്കുന്ന വ്യക്തി, ദൈവത്തിനും ജനത്തിനും ഇടയിലെ മധ്യസ്ഥനായിട്ട് നിൽക്കുന്ന വ്യക്തി. അങ്ങനെയാണല്ലോ ഏലിയ പ്രവാചകനെ നമ്മൾ കണ്ടത്. ദൈവത്തിനും ജനത്തിനും മുമ്പിൽ മധ്യസ്ഥനായിട്ട് നിൽക്കുന്ന വ്യക്തി. ഇതെല്ലാം ഈ പ്രവാചകന്റെ ക്വാളിറ്റിയാണ്. എന്നാൽ പ്രവാചകൻ ആരാ? പ്രവാചകൻ ദൈവത്തിന്റെ വചനത്തെ വ്യാഖ്യാനിക്കുന്നവനാണ് പ്രവാചകൻ. നമ്മുടെ നിയമാവർത്തന പുസ്തകത്തിന്റെ 18-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ, നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെയുള്ള ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും, അവന്റെ വാക്കാണ് നിങ്ങൾ കേൾക്കേണ്ടത്. മോശയെക്കുറിച്ച് തന്നെ പറയുന്നത് ഇപ്രകാരമാണ്: ഞാനൊരു പ്രവാചകനാണ്, ദൈവം നിനക്ക് വേണ്ടി അയച്ചൊരു പ്രവാചകനാണ്, അതുകൊണ്ട് എൻ്റെ വാക്ക് കേൾക്കുക. അതാണ് പ്രവാചകന്റെ ധർമ്മം. അപ്പൊ ദൈവത്തിന്റെ വചനത്തെ പ്രഘോഷിക്കുന്നവനാണ് പ്രവാചകൻ. ദൈവത്തിന്റെ വചനത്തിന്റെ വ്യാഖ്യാതാവാണ് പ്രവാചകൻ.
എ പ്രോഫറ്റ് ഈസ് ആൻ ഇന്റർപ്രറ്റർ ഓഫ് ദ തൊറ എന്നാണ് പറയപ്പെടുക. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിലെ നിയമാവർത്തന പുസ്തകം തുടങ്ങുമ്പോൾ തന്നെ മോശ, അല്ലെങ്കിൽ പുറപ്പാടിന്റെ പുസ്തകം തുടങ്ങുമ്പോൾ തന്നെ മോശ ദൈവത്തിന്റെ വചനത്തെ വ്യാഖ്യാനിക്കുകയും ആ വചനത്തിന് ഏതെങ്കിലും തരത്തിൽ കുറവ് വന്നു പോയാൽ അവയ്ക്ക് കൃത്യമായ രീതിയിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് വചനത്തിനെതിരായി നിന്നാൽ അവർക്ക് വേണ്ടി പാപപരിഹാരത്തിന്റെ ദിനങ്ങളിലേക്ക് പ്രവേശിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. അത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുമുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത്, പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ഈ ഒരു ആശയം തന്നെയാണ്. പ്രവാചകന്മാര് ഇസ്രായേലിന്റെ എക്സൈലിനെ അവതരിപ്പിക്കുക. ഇസ്രായേൽ എങ്ങനെയാണ് എക്സൈലിൽ പോയത്? ഇതിനൊരു ഉത്തരം അവർക്ക് വേണം. എക്സൈലിൽ പോകുന്ന ഇസ്രായേലിനെ ശക്തിപ്പെടുത്താനും അവരെ തിരികെ കൊണ്ടുവരാനുമുള്ള ഒരു ഉത്തരവാദിത്വം ഇവർക്കുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാരുടെ പുസ്തകം വിരചിതമായിരിക്കുക. എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? വാഗ്ദാന ദേശത്ത് നിന്ന് പോകുന്ന ഇസ്രായേൽ ജനതയെ, പ്രവാസത്തിനായിട്ട് പോകുന്ന ഇസ്രായേൽ ജനതയെ ശക്തിപ്പെടുത്താനും തിരികെ കൊണ്ടുവരാനുമുള്ള ഒരു ഉത്തരവാദിത്വം ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. പ്രവാസകാലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടിമത്തമല്ല, മറിച്ച് ദൈവത്തിനെതിരായി പാപം ചെയ്യുമ്പോൾ ദൈവം അവർക്ക് കൊടുക്കുന്ന മർത്യതയുടെ ചിഹ്നമാണ് പ്രവാസകാലം. എന്തിനു വേണ്ടിയിട്ട്? ഈ മർത്യതയുടെ ചിഹ്നത്തിലൂടെ അവന്റെ പാപത്തെ ഓർത്ത് മനസ്സിലാക്കിക്കൊണ്ട് അവന് കൊടുക്കുന്ന ഒരു ഓത്ത്, അല്ലെ കായിൻ എന്ന് പറഞ്ഞതുപോലെ ഒരു സൈൻ, കായിന് വേണ്ടി കൊടുത്ത സൈൻ പോലെ അവരുടെ ജീവിതത്തെ സമർപ്പിച്ച് തിരികെ ദൈവസാന്നിധ്യത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അതാണ് ലക്ഷ്യം, അതാണ് പ്രവാസകാലം. ഇതിനെയാണ് പ്രധാനമായിട്ടും ഈ പ്രവാചകന്മാര് അവതരിപ്പിക്കുക. നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, എഴുതപ്പെട്ട പ്രവാചകന്മാരുണ്ട്, എഴുതപ്പെടാത്ത പ്രവാചകർ, ലിറ്റററി ആൻഡ് നോൺ ലിറ്റററി പ്രോഫറ്റ്സ്. നമുക്ക് നേരത്തെ സൂചിപ്പിച്ചു, ഏലിയായും എലീഷായും അതിനു മുമ്പ് അഹിയായും നാഥാനും ഒക്കെ എഴുതപ്പെടാത്ത നോൺ ലിറ്റററി പ്രോഫറ്റ്സ് ആയിരുന്നു. എന്നാൽ എഴുതപ്പെട്ട പ്രോഫറ്റ്സ്, ലിറ്റററി പ്രോഫറ്റ്സ് എന്ന് പറയുന്നത് 12 ചെറിയ പ്രവാചകന്മാരും 4 വലിയ പ്രവാചകന്മാരും അടങ്ങുന്ന ഒരു വലിയ പുസ്തകമാണ് പ്രവാചക ഗ്രന്ഥം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. വലിയൊരു പുസ്തകം തന്നെയാണ്. അപ്പോൾ ഈ ലിറ്റററി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുക എന്തായിരിക്കാം? ഞാൻ പലപ്പോഴും പറഞ്ഞു, ലിറ്റററി എന്ന് പറയുമ്പോൾ ലിറ്ററേച്ചറാണ്, ലിറ്ററേച്ചറിന്റെ ഭാഗമാണ്. ഇതൊരു പ്രൊഫറ്റിക് ലിറ്ററേച്ചർ എന്നാണ് ഞാൻ വിശേഷിപ്പിക്കുക. പ്രവാചകന്റെ ഒരു പ്രവാചക ലിറ്ററേച്ചർ, പ്രൊഫറ്റിക് ലിറ്ററേച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ലിറ്ററേച്ചറിന്റെ പ്രത്യേകത നമുക്കറിയാം. നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ലിറ്ററേച്ചർ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ കാണുന്നത് പോയട്രിക്ക് അതിൻ്റെതായിട്ടുള്ള സവിശേഷതയുണ്ട്. അതുപോലെ തന്നെ പ്രോസിന് അതിൻ്റെതായിട്ടുള്ള സവിശേഷതയുണ്ട്, ഡ്രാമയ്ക്ക് അതിൻ്റെതായിട്ടുള്ള സവിശേഷതയുണ്ട്, എസ്ഐക്ക് അതിൻ്റെതായിട്ടുള്ള സവിശേഷതയുണ്ട്, ഷോർട്ട് സ്റ്റോറീസിന് അതിൻ്റെതായിട്ടുള്ള സവിശേഷതകളുണ്ട്. ഷോർട്ട് സ്റ്റോറീസ് അല്ല നാടകങ്ങൾക്ക് നാടകമാകണം. ഷോർട്ട് സ്റ്റോറിയിൽ നിന്ന് വേണം നാടകത്തിലേക്ക് പ്രവേശിക്കാൻ. നാടകത്തിന് അല്പം കൂടെ സീൻ വേണം. ഷോർട്ട് സ്റ്റോറിക്ക് വലിയ സീനുകൾ അധികം ഇല്ലെങ്കിലും നാടകത്തിൻ്റെ പോലും ഇല്ലെങ്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള നിബന്ധനകളൊക്കെ ഉണ്ട്, എങ്കിൽ മാത്രമേ അതാകത്തുള്ളൂ. പണ്ട് സെമിനാരി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളെയൊക്കെ അധ്യാപകര് പദ്യം എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടും. മലയാളം സാറ് ഞങ്ങൾ എഴുതിക്കൊണ്ട് പോകും. ആദ്യകാലങ്ങളിലല്ലേ, എഴുതിയില്ലെങ്കിൽ അച്ഛൻ എന്നാ വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് എഴുതി കൊടുക്കും, സാറിനെ കൊണ്ട് കൊടുക്കും. സാറ് വായിച്ചു നോക്കി
സാറ് വായിച്ചു നോക്കിയിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ എഴുതുകയാണ്, ഇത് കവിതയോ. അതായത് ഇത് ആ കവിതയ്ക്ക് അതിനകത്ത് കവിതയുടെ മണവും ഗുണവും ഒന്നും കാണത്തില്ല. നമുക്കറിയാം ഒരു മലയാളം കവിതയുടെ പ്രത്യേകത പ്രാസവും എല്ലാ സിദ്ധാന്തങ്ങളും ഒക്കെ ഒത്തുവരണ്ട്. 3 2 2 3 2 എഴുത്തുകൾ 16 ഗണം പാദം രണ്ടിലും ഒന്നുപോൽ ഗുരു ഒന്നെങ്കിലും വേണം മാറാതെ ഓരോ ഗണത്തിലും നടുക്കിയത് പാദാതിപ്പൊരുത്തം ഇത് കേകയാം എന്നൊക്കെ പറയുന്ന പോലെ കൃത്യമായിട്ടുള്ള വൃത്തങ്ങളും സമാസങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് എഴുതുകയാണെങ്കിൽ മാത്രമേ പദ്യം പദ്യമാവുകയുള്ളൂ. ഇതുപോലെ കൃത്യമായ ഒരു നിയമത്തിലൂടെ കൃത്യമായ ഒരു ചട്ടക്കൂടിലൂടെ എഴുതിപ്പോയ ഒരു പുസ്തകമാണ് പ്രവാചക ഗ്രന്ഥങ്ങൾ. അതുകൊണ്ടാണ് ഇതിനെ പ്രൊഫറ്റിക് ലിറ്ററേച്ചർ എന്ന് വിശേഷിപ്പിക്കുക. കൃത്യമായിട്ടൊരു ചട്ടക്കൂടുണ്ട് ഇതിന്, കൃത്യമായിട്ടുള്ള സാഹിത്യ ശൈലിയുണ്ട്. ആ സാഹിത്യ ശൈലിയാണ് ഇവർ ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പ്രവാചക ഗ്രന്ഥത്തിന്റെ സാഹിത്യ ശൈലി പറയണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇങ്ങനെ ഇതുപോലെയാണ് പ്രവാചകൻ ശബ്ദിച്ചത്? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നീ ഒരു യുവതിയെ ഗർഭം ധരിച്ച് നിന്റെ അന്തഃപുരത്തിലുള്ള ഒരു യുവതി ഗർഭം ധരിക്കാൻ പോകുന്നു, അവന് നീ ഇമ്മാനുവേൽ എന്ന് പേരിടും, ഒരു ശിശു ജനിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേരിടണം എന്നൊക്കെ പറഞ്ഞു, അവൻ വലിയവനായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഓരോന്നും ഈ പ്രവാചകന്റെ അതേ ടോണിലാകണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ പ്രവാചകൻ മനസ്സിൽ കരുതിയതായിരിക്കാം, മനസ്സിൽ പറഞ്ഞതായിരിക്കാം, ഒച്ചത്തിൽ പറഞ്ഞതല്ലായിരിക്കാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാണുന്ന രംഗങ്ങളൊക്കെ അണലി സന്തതികളെ വരാനിരിക്കുന്ന കോപത്തിൽ നിന്ന് ഓടിയകരാൻ നിങ്ങളെ കൽപ്പിച്ചത് ആരാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ സ്നാപകയോഹന്നാൻ നടത്തുന്ന പ്രസംഗം, വൃക്ഷങ്ങളുടെ കടയ്ക്ക് കോടാലി വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രഭാഷണം, വടിയും പിടിച്ചു നിൽക്കുന്ന സ്നാപകയോഹന്നാനെയൊക്കെ നമ്മൾ കാണാം. ചിലപ്പോൾ അങ്ങനെ പ്രസംഗിച്ച് കാണത്തില്ലായിരിക്കും, വളരെ സൗമ്യമായിട്ടായിരിക്കും പ്രസംഗിച്ചത്. കാരണം അവർക്കൊരു ആക്ഷൻ കൊടുക്കുക ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ. ഇതാണ് യഥാർത്ഥത്തില് പ്രവാചകന്മാരുടെ സാഹിത്യ ശൈലിക്ക് കടന്നു വരുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുകൊണ്ട് ഇതിനെ ഒരു സാഹിത്യ ശൈലിയായിട്ട് വേണം കാണാൻ. പ്രവാചകന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ അതിന് ഒരു സാഹിത്യ ശൈലിയുണ്ട്. ആ സാഹിത്യ ശൈലിയിൽ നിന്ന് മാറി പ്രവാചകന്മാരുടെ പുസ്തകത്തെ കണ്ടു കഴിഞ്ഞാൽ നമുക്കതിന് വിരസത ഉണ്ടാകും. ഈ പ്രവാചകന്മാരുടെ പുസ്തകത്തിന് ചില ആശയങ്ങളുണ്ട്, അവരെല്ലാം തുറന്നങ്ങ് പറയത്തില്ല. റവലേഷന്റെ പുസ്തകം, വെളിപാടിന്റെ പുസ്തകം നമുക്കറിയാം. ആ വെളിപാടിന്റെ പുസ്തകത്തില് മുദ്ര അടയ്ക്കുന്നു, കുതിരകൾ കടന്നു വരുന്നു, വെള്ളക്കുതിരകൾ കടന്നു വരുന്നു, 7 മുദ്രകൾ, 7 വെള്ളക്കുതിരകൾ കടന്നു വരുന്നു. ഒന്നാമത്തെ കുതിരയുടെ പിന്നാലെ 2ാമത്തെ കുതിര പോകുന്നു, അങ്ങനെ അതിന്റെ പിന്നാലെ കൂട്ടം കൂട്ടമായിട്ട് കുതിരകൾ പോകുന്നു. ഇതൊക്കെ പറയുമ്പോൾ ഇതാരടാ കുതിര? ഇതൊക്കെ ആഖ്യാന ശൈലിയാണ്. ഒരു സ്ത്രീയെ കാണുന്നു, ഗർഭം ധരിച്ചിരിക്കുന്ന സ്ത്രീ, അവളുടെ കാലിന്റെ അടിയില്, പാദങ്ങൾക്കടിയില് നക്ഷത്രം നിൽക്കുന്നു. അതുപോലെ തന്നെ ഒരു സർപ്പത്തിനെ ചവിട്ടി നിൽക്കുന്നു. ആരാടെ ഈ സർപ്പം? അതൊരു സാഹിത്യ ശൈലിയാണ്. ഇതുപോലെ ഒരു സാഹിത്യ ശൈലി തന്നെയാണ് പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളിലൂടെ കടന്നു വരിക. അതുകൊണ്ട് ഈ സാഹിത്യ ശൈലി എന്താണെന്നും അതിന്റെ പ്രത്യേകത എന്താണെന്നും മനസ്സിലാക്കാതെ ഈ പ്രവചന പുസ്തകത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് ദുഷ്കരമായിരിക്കും. അതുപോലെ തന്നെ ഇതിന് ചില സിംബൽസ് ഉണ്ട്, സിംബോളിക് ആക്റ്റുകളുണ്ട്. ആ സിംബോളിക് ആക്റ്റുകൾ ഒരു പ്രവാചകൻ സംസാരിക്കുന്നില്ല, മറിച്ച് ചില ആക്ഷൻസിലൂടെ അവതരിപ്പിക്കുക. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ, അധികം പ്രസംഗിച്ചോളൂ, അധികം സുവിശേഷം പ്രസംഗിക്കണം, ധാരാളമായിട്ട് പ്രസംഗിച്ചോളൂ, നന്നായിട്ട് പ്രസംഗിക്കണം, പക്ഷേ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വായ തുറക്കാവുള്ളൂ എന്ന് പറഞ്ഞു തന്നതാ. എങ്ങനെയാ പിന്നെ പ്രസംഗിക്കേണ്ടത്? ആക്ഷൻ കാണിച്ചുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. അത് വേറെ ശൈലി പറഞ്ഞാണ്. ആ ജീവിതം പ്രസംഗമായിട്ട് മാറ്റണം, ഇഷ്ടംപോലെ പ്രസംഗിക്കണം, ആവശ്യമുണ്ടെങ്കിലേ വായ തുറക്കാവുള്ളൂ. ഇതുപോലെയാണ് പ്രവാചക ഗ്രന്ഥങ്ങളിൽ ചില സിംബോളിക് ആക്റ്റുകളുണ്ട്. ആ സിംബോളിക് ആക്റ്റുകൾ അവതരിപ്പിക്കുന്നതിലൂടെ അത് കാണുന്ന കേൾക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാക്കും,
ഈ സംഭവം എന്താണെന്ന് മനസ്സിലാക്കും. ഇതാണ് പ്രവാചക പുസ്തകങ്ങളുടെ ഒരു പ്രത്യേകതയായിട്ട് നിൽക്കുക. അതുകൊണ്ട് ഈ പ്രവാചക പുസ്തകത്തിന്റെ ഘടനയിലേക്കും ഒക്കെ നമുക്കൊന്ന് കടന്നു വരേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇത് ഇവിടെ തുടങ്ങുകയാണ് നമ്മുടെ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ. ഇനി പ്രവാചകന്മാരുടെ പുസ്തകത്തില് മറ്റൊരു പ്രത്യേകതയായിട്ട് നിൽക്കുന്നത്, ഇതിനെല്ലാം തന്നെ ഒരു പ്രത്യേക കാലഘട്ടം കാണും. അതിന് സൂപ്പർ സ്ക്രിപ്ഷൻ എന്നാണ് പറയുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ, പ്രത്യേകിച്ച് പ്രവാചക ഗ്രന്ഥങ്ങളുടെ ആദ്യത്തെ തലക്കെട്ടെന്ന് പറയുന്നത് സൂപ്പർ സ്ക്രിപ്ഷനാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ ചരിത്ര സംഭവത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആമോസിന്റെ പുസ്തകം ഒന്ന് എടുത്തു നോക്കി. ആമോസിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യം. തെക്കോവായിലെ ആട്ടിടയന്മാരിൽ ഒരുവനായ ആമോസിന്റെ വാക്കുകൾ നീ കേട്ടോണം. ജൂദാ രാജാവായ ഉസിയായുടെയും ഇസ്രായേൽ രാജാവ് യോവാഷിന്റെ പുത്രനുമായ ജെറോബോവാമിന്റെയും കാലത്ത് ഭൂകമ്പത്തിന് 2 വർഷം മുമ്പ് ഇസ്രായേലിനെ കുറിച്ച് അവനുണ്ടായ അരുളപ്പാട്. അപ്പൊ നോക്കി, എന്താണ് ഈ പുസ്തകത്തിന്റെ ആരംഭം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് കത്തും, ജെറോബോവാം. അതിനുശേഷം നമ്മൾ കത്തും, ജൂദാ രാജാവായിരുന്ന ഊസിയ അല്ലെങ്കിൽ അസറിയ. അപ്പൊ അവരുടെ കാലത്ത് എന്ത് സംഭവിച്ചു? അവരുടെ കാലത്ത് ആരംഭിച്ചതാണ് സീറോ എഫ്രമൈറ്റ് ക്രൈസിസ്. അവരുടെ കാലത്ത് ആരംഭിച്ച സാധനമാണ്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഇസ്രായേലിൽ നടന്ന സീറോ എഫ്രമൈറ്റ് ക്രൈസിസിനെ കുറിച്ചും അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റിനെ കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. പക്ഷേ അതിനെക്കുറിച്ചോ സംഭവങ്ങളെ, ഹിസ്റ്ററിയെക്കുറിച്ചോ ഒന്നും തന്നെ പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ കാണത്തില്ല. ഇതിനെ പുലബന്ധമില്ലാത്ത പല കാര്യങ്ങൾ, ഇത് ചുമ്മാ കൊടുത്തതിന് ശേഷം അതിനുശേഷം കൊടുത്തിരിക്കുന്ന ഒരു ബന്ധമില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് കാണും. പക്ഷെ ബന്ധമുണ്ടോ? ബന്ധമുണ്ട്. നമുക്ക് ബന്ധമില്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അതിന്റെ സാഹിത്യ ശൈലി അതാണ്. അതുകൊണ്ടാണ് എല്ലാ പുസ്തകങ്ങൾക്കും ഇതുപോലൊരു തലക്കെട്ട് കാണും. ആ തലക്കെട്ടിന് പറയുന്ന പേരാണ് സൂപ്പർ സ്ക്രിപ്ഷൻ എന്ന്. ആ തലക്കെട്ട് നമ്മളെ ഈ ചരിത്രത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുക. ഇത് വായിക്കുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ ഒരാൾക്ക് ഇത് സംഭവം നടക്കുന്നത് ഇതിനെക്കുറിച്ചാണല്ലോ എന്നതിനെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മുമ്പിലേക്ക് ഉണർത്താൻ തക്ക വിധത്തിലുള്ള ഒരു വിചിന്തനമാണ് ഇവിടെ നൽകുക. അത് എല്ലാ പുസ്തകങ്ങളിലും ഇത് കാണും. അതുകൊണ്ടാണ് ഈ പുസ്തകങ്ങൾക്ക് ഒരു പ്രത്യേക ഘടന ഉണ്ടെന്ന് പറയാൻ ഇടയായത്. അതുപോലെ തന്നെ മറ്റൊരു ഘടന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പോയറ്റിക് സ്റ്റൈലിലാണ് എഴുതിയിരിക്കുക. നമ്മുടെ കയ്യിലിരിക്കുന്ന മലയാളം ബൈബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വല്ല പോയട്രി ഒന്നും കാണാൻ പറ്റത്തില്ല. എല്ലാം ഒരുപോലെ എഴുതിയിരിക്കുക. അച്ചടിച്ചതും ഒരുപോലെ തന്നെ, അലൈൻമെന്റ് ഇട്ടതും ഒരുപോലെ തന്നെ, എല്ലാം ഒരുപോലെയാണ്. പോയട്രിക്കൊക്കെ ആണെങ്കിൽ ഒരു 4 വരിയുള്ള സ്റ്റാൻസുകളൊക്കെ ഉണ്ടാക്കി അലൈൻമെന്റ് ഇടുമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല. അലൈൻമെന്റ് എല്ലാം ഒരുപോലെ ഇട്ടേക്കുന്നു. ഹെബ്രായ ബൈബിളിൽ പക്ഷേ ഇതിന്റെ ഒരു പോയറ്റിക് നേച്ചർ നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ആമോസിന്റെ പുസ്തകത്തില് 3-ാമത്തെ വാക്യം നോക്കിക്കഴിഞ്ഞാൽ, കർത്താവ് അരുളി ചെയ്യുന്നു, ഉണ്ടോ, ദമാസ്കസ് ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല. കാരണം അവൻ ഗിലെയാദിനെ ഇരുമ്പ് വടികൊണ്ട് മെതിച്ചു. ആകയാൽ ഞാൻ ഹസായേന്റെ ഭവനത്തിന്മേൽ അഗ്നി അയക്കും. ബെൻ ഹദാദിന്റെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങും. ദമാസ്കസിന്റെ ഓടാമ്പൽ ഞാൻ ഒടിക്കും. ആവൻ താഴ്വരയിൽ നിന്ന് അതിലെ നിവാസികളെ ഞാൻ വിച്ഛേദിക്കും. ബഥേദനിൽ നിന്ന് ചെങ്കോൽ വരെ സിറിയക്കാരിൽ കീറിലേക്ക് പ്രവാസികളെ എപ്പോഴും കർത്താവ് അരുളി ചെയ്യുന്നു. അതൊരു വലിയൊരു പോയമാണ്. അതിനുശേഷം 6-ാമത്തെ വാക്യം നോക്കിയേ, വീണ്ടും കർത്താവ് അരുളി ചെയ്യുന്നു, ഗാസ ആവർത്തിച്ചു ചെയ്ത് അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല. കാരണം ഇതൊരു പ്രത്യേക ശൈലിയിലാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ശൈലിയും ഇതിന്റെ രീതികളും ഒക്കെ നമുക്കിനി അടുത്ത പ്രാവശ്യത്തെ ക്ലാസ്സുകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അതുവരെ ഇതൊക്കെ നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് ഹൃദയത്തിൽ മനനം ചെയ്യുക. നമ്മളുടെ പ്രവാസം എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിനെക്കുറിച്ചുള്ള വിചിന്തനം നടത്തണം, പ്രാർത്ഥിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.